മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തോറിന്റെ ഹെൽമെറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ചിറകുകളും ലോക്കിയുടെ ഹെൽമെറ്റിൽ രണ്ട് കൊമ്പുകളും ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തോറിന്റെയും ലോക്കിയുടെ ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓഡിന്റെ ഹെൽമെറ്റ് ഇൻസ്പയർ ചെയ്തിട്ടാണ്. കാരണം ഓഡിന്റെ ഹെൽമെറ്റില് തോറിന്റെ ഹെൽമെറ്റിലെ പോലെ രണ്ട് ചിറകുകളും ലോക്കിയുടെ ഹെൽമെറ്റിലെ പോലെ രണ്ട് കൊമ്പുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, തോറിന്റെയും ലോക്കിയുടെയും ആർമറും ഓഡിന്റെ ആർമറും തമ്മിൽ സാമ്യമുണ്ട്. തോറിന്റെ ആർമർ സിൽവർ കളറിലാണ് കാണപ്പെടുന്നത്. അതേപോലെ ലോക്കിയുടെ ആർമർ ഗോൾഡ് കളറിലുമാണ് കാണപ്പെടുന്നത്. ഈ രണ്ട് കളറും, അതായത് ഗോൾഡും സിൽവറും ഓഡിന്റെ ആർമറിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കാൻ മാർവൽ സ്റ്റുഡിയോസിന് സാധിക്കുന്നുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ അയൺമാൻ മൂവീസിൽ പ്രധാനപ്പെട്ട വില്ലന്മാർ മരണപ്പെടുന്നുണ്ടെങ്കിലും ടോണി സ്റ്റാർക്ക് അവരെ ആരെയും കൊന്നിട്ടില്ല. അയൺമാൻ എന്ന മൂവിയിലെ പ്രധാനപ്പെട്ട വില്ലൻ ഒബാഡിയ സ്റ്റെയിൻ അഥവാ അയൺ മോങ്ങർ ആണ്. ആർക്ക് റിയാക്ടർ ഓവർലോഡ് ചെയ്ത് അയൺ മോങ്ങർ സ്യൂട്ട് എക്സ്പ്ലോഡ് ചെയ്ത് ഒബാഡിയ സ്റ്റെയിൻ മരിക്കാൻ കാരണം പെപ്പർ പോട്ട്സ് ആണ്. അയൺമാൻ 2-ലെ പ്രധാനപ്പെട്ട വില്ലൻ ഐവാൻ വാങ്കോ അഥവാ വിപ്ലാഷ് ആണ്. വിപ്ലാഷിന്റെ സ്യൂട്ടും ഹാമർ ഡ്രോൺസും അദ്ദേഹം തന്നെ സെൽഫ് ഡിസ്ട്രക്ട് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്ത് എക്സ്പ്ലോഡ് ചെയ്താണ് മരണപ്പെടുന്നത്. അയൺമാൻ 3-ലെ പ്രധാനപ്പെട്ട വില്ലൻ ആൽഡ്രിച്ച് കില്യൺ ആണ്. പെപ്പർ പോട്ട്സ് റിപ്പൾസേഴ്സ് ഷൂട്ട് ചെയ്താണ് ആൽഡ്രിച്ച് കില്യണെ കൊല്ലുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ഒന്നുമല്ലെന്നും അദ്ദേഹത്തെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്നും വിശ്വസിച്ച രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമൻ ടോണി സ്റ്റാർക്ക് ആണ്. ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ ടോണി സ്റ്റാർക്ക് സ്റ്റീവ് റോജേഴ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട്: A hero like you? You're a laboratory experiment, Rogers. Everything special about you came out of a bottle. എന്നാൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഒരു സൂപ്പർ സോൾജർ സെറം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം ക്യാപ്റ്റൻ അമേരിക്ക അച്ചീവ് ചെയ്യുന്നുണ്ട്. ഗോഡ് ഓഫ് തണ്ടർ ആയ തോറിന്റെ വെപ്പണായ മ്യോൾനിയർ പൊക്കാൻ വെർത്തിയാണെന്ന് ക്യാപ്റ്റൻ അമേരിക്ക തെളിയിച്ചു. ടോണി സ്റ്റാർക്കിനെ പോലെ മറ്റൊരു ക്യാരക്ടറാണ് അൾട്രോൺ. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് അൾട്രോൺ ക്യാപ്റ്റൻ അമേരിക്കയോട് ഇങ്ങനെ പറയുന്നുണ്ട്: Captain America, God's righteous man, pretending you could live without a war. എന്നാൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ പാസ്റ്റിലേക്ക് പോയ സ്റ്റീവ് റോജേഴ്സ് ഒരു വാർ പോലും ഇല്ലാതെ പെഗ്ഗി കാർട്ടറിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് കൈക്കലാക്കാൻ താനോസ് ഒരുപാട് വെയിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാരണങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. ഒന്നാമത്തെ കാരണം താനോസിന് സോൾ സ്റ്റോണിന്റെ ലൊക്കേഷൻ അറിയത്തില്ലായിരുന്നു എന്നതാണ്. ആ കാരണം കൊണ്ട് തന്നെ താനോസ് നെബുലയെ ടോർച്ചർ ചെയ്ത് ഗമോറയെ കൊണ്ട് സോൾ സ്റ്റോണിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാരണം താനോസ് ഇൻഫിനിറ്റി സ്റ്റോൺസ് കളക്ട് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് മൊമെന്റ് കാത്തിരുന്നു എന്നതാണ്. അതായത് 9 റെലംസിന്റെയും പ്രൊട്ടക്ടർ ആയിരുന്ന ഓഡിനും വൺ ഓഫ് ദ പവർഫുൾ സോഴ്സറർ സുപ്രീം ആയിരുന്ന ഏൻഷ്യന്റ് വണ്ണും മരണപ്പെടാൻ താനോസ് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓഡിനും ഏൻഷ്യന്റ് വണ്ണും ഒക്കെ എത്രമാത്രം പവർഫുൾ ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇൻഫിനിറ്റി സ്റ്റോൺസ് കൈക്കലാക്കാൻ താനോസ് വെയിറ്റ് ചെയ്തത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്കിന്റെ IQ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അയൺമാൻ എന്ന മൂവിയിൽ ടോണി സ്റ്റാർക്ക് ഒരു കേവിൽ വെച്ച് വെറും സ്ക്രാപ്പ് മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ചതാണ് അയൺമാൻ മാർക്ക് 1 ആർമർ. അയൺമാൻ മാർക്ക് 5, മാർക്ക് 7, മാർക്ക് 42, മാർക്ക് 45, മാർക്ക് 46, മാർക്ക് 50, മാർക്ക് 85 എന്നിങ്ങനെ ഒരുപാട് അയൺമാൻ ആർമറുകൾ ടോണി സ്റ്റാർക്ക് നിർമ്മിച്ചിട്ടുണ്ട്. തനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പെപ്പർ പോട്ട്സിന് വേണ്ടിയിട്ട് റെസ്ക്യൂ എന്ന ആർമറും, പീറ്റർ പാർക്കറിന് സ്പൈഡർമാൻ സ്യൂട്ടുകളും, അവഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ടൈം സ്പേസ് GPS-ഉം, ജാർവിസ്, ഫ്രൈഡേ, കാരൻ, ഈഡിത്ത് എന്നീ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകളും, ഹൾക്ക് ബസ്റ്റർ സ്യൂട്ടും, നാനോ ഗോൺലെറ്റും എല്ലാം തന്നെ ടോണി സ്റ്റാർക്ക് നിർമ്മിച്ചതാണ്. അങ്ങനെയുള്ള ടോണി സ്റ്റാർക്കിന്റെ IQ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ടോണി സ്റ്റാർക്കിന്റെ IQ ഏകദേശം 270 ആണ്. റിയൽ ലൈഫില് ആൽബർട്ട് ഐൻസ്റ്റീന്റെയും സ്റ്റീഫൻ ഹോക്കിങ്സിന്റെയും IQ 160 ആണ്.